കാട്ടൂർ പുതിയ വീട്ടിൽ ശ്രീ ഹനുമൽ ക്ഷേത്രത്തിൽ ഹനുമത് മൂലമന്ത്ര ദശലക്ഷാർച്ചനയും രാമായണ യജ്ഞവും തുടങ്ങി. കാട്ടൂർ പുതിയ വീട്ടിൽ ശ്രീ ഹനുമൽ ക്ഷേത്രത്തിൽ ഹനുമത് മൂലമന്ത്ര സമൂഹ ദശലക്ഷാർച്ചനയും രാമായണ യജ്ഞവും തുടങ്ങി. കർക്കിടകം മാസാചരണവുമായി ബന്ധപ്പെട്ട് ആഞ്ജനേയസ്വാമിയുടെ മൂലമന്ത്രത്താൽ എല്ലാ ഭക്തജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സമൂഹ ദശലക്ഷാർച്ചനയും രാമായണ യജ്ഞവും നടക്കുക. ജൂലൈ 30 മുതൽ ആഗസ്റ്റ് 3 വരെ നടക്കുന്ന യജ്ഞത്തിന് ആചാര്യ ബ്രഹ്മശ്രീ വേദാഗ്നി അരുൺ സൂര്യഗായത്രി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഹനുമാൻ സ്വാമിയുടെ ദിവ്യമായ മൂലമന്ത്രം അഷ്ടാക്ഷരി 5 ദിവസം കൊണ്ട് എല്ലാവരും ചേർന്ന് 10 ലക്ഷം പ്രാവശ്യം ജപിക്കുന്നതാണ് ദശലക്ഷാർച്ചന. ക്ഷേത്രം പ്രസിഡന്റ് MV രാജേന്ദ്രൻ, സെക്രട്ടറി PD ബാഹ്ലയൻ, മാനേജർ TN രമണൻ, ഖജാൻജി D കമലാധരൻ എന്നിവർ നേതൃത്വം നൽകി. നൂറുകണക്കിന് ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. 6 മണിക്ക് ദശലക്ഷാർച്ചനയുടെ 7ാമത്തെ ഒരു, 7 മണിക്ക് ദശലക്ഷാർച്ചനയുടെ 8ാമത്തെ ഒരു എന്നിങ്ങനെ 8 മണിയോടുകൂടി നമ്മുടെ ദശലക്ഷാർച്ചന ഇന്നത്തേത് സമാപിക്കും. അതേപോലെയാണ് ബാക്കിയുള്ള ദിവസങ്ങളിലെയും ചടങ്ങുകളെല്ലാം തന്നെ നടക്കുക. ഏറ്റവും അവസാന ദിവസത്തേത് മാത്രം വൈകുന്നേരം രാമായണ പാരായണം കഴിഞ്ഞ് 5 മണിക്ക് ദശലക്ഷാർച്ചനയുടെ സമാപന കൂടി നടക്കും. അത് 5 മണിക്ക് തന്നെ ആരംഭിച്ച് 6 മണിക്കത് നമ്മൾ പൂർത്തിയാക്കും. 6 മണിക്ക് കലശം ശ്രീലകത്തേക്ക് എഴുന്നള്ളിച്ച് ഭഗവാന് കലശാഭിഷേകം, തുടർന്ന് മഹാദീപാരാധന. അത് കഴിഞ്ഞ് 7 മണിക്ക് രാമായണ പാരായണം, ശ്രീരാമ പട്ടാഭിഷേക പൂജയോടുകൂടി നടക്കും. ആ ഭഗവാന്റെ പട്ടാഭിഷേക പൂജയോടുകൂടിയുള്ള രാമായണ പാരായണം പൂർത്തിയാക്കി സമർപ്പണം നടത്തി ദക്ഷിണാദി ചടങ്ങുകളോടുകൂടി അതിൻ്റെ ഈ ദശലക്ഷാർച്ചനയുടെ ചടങ്ങുകൾ യജ്ഞവേദിയിൽ പൂർത്തിയാവും. അങ്ങനെ വളരെ വിശേഷമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ദശലക്ഷാർച്ചനയുടെ വിഭാവനം ചെയ്തിരിക്കുന്നത്. നമ്മളത് ശ്രദ്ധിച്ചാൽ വീണ്ടും വീണ്ടും പറയുന്നത് പുരോഹിതന്മാരായിട്ടുള്ള ആൾക്കാരാണ് ഈ തരത്തിൽ ദശലക്ഷാർച്ചനയ്ക്കും അതുപോലെ കോടിയർച്ചന, ലക്ഷാർച്ചന മുതലായ ചടങ്ങുകളെല്ലാം തന്നെ പങ്കെടുക്കുന്ന, ഇത് ഭക്തജനങ്ങൾക്ക് പങ്കെടുക്കാവുന്ന കേരളത്തിൽ തന്നെ ആദ്യത്തെ ഒരു ദശലക്ഷാർച്ചനയാണ്.